ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ പേരുടെ ഡൗട്ടാണ് നമ്മളുടെ 2025 ജാനുവരി സെഷനിലുള്ള അഡ്മിഷൻ പ്രോസസ്സ് ക്ലോസ് ആയോ, അതുപോലെ തന്നെ റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡേറ്റ് എന്തായി എന്നുള്ളതൊക്കെ. നമ്മളുടെ അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 15 ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഡേറ്റും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. റീ രജിസ്ട്രേഷൻ ആർക്കൊക്കെ ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും റീ രജിസ്ട്രേഷൻ ചെയ്യാത്ത ആൾക്കാർക്ക് ഇനിയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കിതാ ഇതുപോലെയാണ് ഉണ്ടായിരിക്കുക. പുതിയ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ ഒരു പോർട്ടലാണിത്. ഇവിടെ പറയുന്നത് ജാനുവരി 2025 അഡ്മിഷൻ സൈക്കിളിലെ ലാസ്റ്റ് ഡേറ്റ് ഫോർ അഡ്മിഷൻ ഫോർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 31 മാർച്ച് 2025 വരെയാണ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനൊരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. ഈ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് അതുപോലെ തന്നെ സെമസ്റ്റർ ബേസ്ഡ് പ്രോഗ്രാംസ് എടുക്കുന്നവർക്ക് പറ്റുകയില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മളുടെ ഇപ്പോൾ സെമസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുമുള്ള എക്സാം രജിസ്ട്രേഷൻ നമ്മുടെ ജൂണിൽ നടക്കാൻ പോകുന്ന എക്സാം രജിസ്ട്രേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ അവർക്കുള്ള മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെമസ്റ്റർ ബേസ്ഡും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ബേസ്ഡും ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കുന്നവർക്ക് പുതിയ അഡ്മിഷൻ ഈ ഒരു ടൈമിൽ ഇനി എടുക്കാൻ സാധിക്കുകയില്ല. അവർക്ക് ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ, അതായത് ജൂൺ സെഷനിലാണ് ഇനി അടുത്ത നമ്മുടെ അഡ്മിഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതല്ലാതെയുള്ള എല്ലാ കോഴ്സുകാർക്കും നമുക്ക് ഈ ഒരു ടൈം അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ ഒരു അഡ്മിഷൻ പോലെ തന്നെ റീ രജിസ്ട്രേഷനും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് മാർച്ച് 15 തന്നെയായിരുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ 31 മാർച്ച് വരെ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് ലേറ്റ് ഫീ ആയിട്ടുള്ള 200 റുപ്പീസ് കൂടി അടയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിലും സെമസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകാർക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇനി നെക്സ്റ്റ് സെഷനിൽ, അതായത് ഇഗ്നോയിൽ അഡ്മിഷനും റീ രജിസ്ട്രേഷനും അതുപോലെ തന്നെ എക്സാമുകളും നടക്കുന്നത് 2 സെഷനിലായിട്ടാണ്. ജാനുവരി സെഷൻ ആൻഡ് ജൂൺ സെഷനിലായിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പുതിയ അഡ്മിഷനും അത് രജിസ്ട്രേഷനും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ അഡ്മിഷൻ സൈക്കിൾ വരുമ്പോൾ നമ്മൾ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്